ആധുനിക ഫുട്ബോളിലെ ഇതിഹാസ താരമാണ് ലയണൽ മെസ്സി. അർജന്റീനയെ ലോകകപ്പിലും കോപ്പ അമേരിക്കയിലും മുത്തമിടിയിപ്പിച്ച മെസ്സി 8 തവണ ബാലൻ ഡ്യോർ നേടിയിട്ടുണ്ട്. കിരീടങ്ങളുടെ എണ്ണം മാത്രമല്ല, പ്രതിഭ കൊണ്ടും മെസ്സി മറ്റുള്ളവരെക്കാൾ ഒരു പടി മുകളിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി എന്നിവരിൽ ആരാണ് ബെസ്റ്റ് എന്നത് ഫുട്ബോൾ ലോകത്തെ വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ്. രണ്ടുപേർക്കും തങ്ങളുടേതായ വലിയ ആരാധക പിന്തുണയുണ്ട്. പല പ്രതിരോധ താരങ്ങളുടെയും പേടി സ്വപ്നമാണ് മെസ്സി. മുൻ റയൽ മാഡ്രിഡ് നായകനും പ്രതിരോധ നിരയിലെ സൂപ്പർ ഹീറോയുമായ റാമോസ് ഒരു തവണ പറഞ്ഞത് ഏറ്റവും മികച്ച താരം മെസ്സിയാണെന്നാണ്. പ്രതിരോധ താരം എന്ന നിലയിൽ മെസ്സിയെ പൂട്ടാനാണ് ഏറ്റവും പ്രയാസമെന്നാണ് റാമോസ് തുറന്നു പറഞ്ഞത്. മെസ്സിക്കെതിരെ കളിച്ചിരുന്നപ്പോഴെല്ലാം പ്രയാസപ്പെട്ട് PSG-യിൽ മെസ്സിക്കൊപ്പമുള്ള സമയം ഞാൻ നന്നായി ആസ്വദിച്ചു. ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ചവനാണ് മെസ്സി, റാമോസ് ഒരിക്കൽ പറഞ്ഞു. റാമോസ് റയൽ മാഡ്രിഡിനെയും മെസ്സി ബാഴ്സലോണയ്ക്കായും കളിച്ചിരുന്ന സമയത്ത് രണ്ടുപേരും വലിയ ശത്രുക്കളായിരുന്നു. നിരവധി തവണ മെസ്സിയെ ഫൗൾ ചെയ്ത് വീഴ്ത്താൻ റാമോസ് തയ്യാറായിരുന്നു. ഇതിന്റെ പേരിൽ നിരവധി തവണ റാമോസും മെസ്സിയും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് വാങ്ങിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് റാമോസ്. പിന്നീട് റാമോസ് മെസ്സിക്കൊപ്പം PSG-യിൽ ഒരുമിച്ച് കളിച്ചു. എന്നാൽ ഈ കൂട്ടുകെട്ട് അധികം നീണ്ടില്ല. മെസ്സി PSG വിട്ട അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മ്യാമിയിലേക്ക് എത്തി. നിലവിൽ മെസ്സി ഇന്റർ മ്യാമിയിലാണ് ഉള്ളത്. റയൽ മാഡ്രിഡിനെതിരെ കളിച്ചപ്പോൾ ബാഴ്സലോണയ്ക്കായി മിന്നിക്കാൻ മെസ്സിക്കായിരുന്നു. എല്ലായ്പ്പോഴും മെസ്സിയെ പൂട്ടുക എന്നതായിരുന്നു റയലിന്റെ വലിയ തലവേദന. ഇതിന് നേതൃത്വം നൽകിയത് റാമോസ് ആയിരുന്നു. 47 ഗോളുകളാണ് റയലിന്റെ ശക്തമായ പ്രതിരോധ നിരത്തെ മറികടന്ന് മെസ്സി വലയിലെത്തിച്ചത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 4 ഗോളും, ലാ ലിഗയിൽ 29 ഗോളും, കോപ്പ ഡെൽ റേയിൽ 8 ഗോളും, സൂപ്പർ കോപ്പയിൽ 6 ഗോളുകളുമാണ് മെസ്സി നേടിയത്. ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങൾ ഉണ്ടായിട്ടും ഇതിനെല്ലാം മറികടന്ന് ഗോൾ പോസ്റ്റിൽ പന്തെത്തിക്കാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു. മുഖ്യ ശത്രുവായിരുന്ന റാമോസ് പോലും ഒടുവിൽ മെസ്സിയുടെ മികവിനെ അംഗീകരിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം.